ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിന്നി ചയൻസ് വേൾഡ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. ഹെൽത്തി സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് പയർ മുളപ്പിച്ചത്. അതിനുവേണ്ടി നമ്മൾ പയർ തലേദിവസം വെള്ളത്തിലിടണം. ഒരു 12 മണിക്കൂർ കുതിർത്ത പയറാണ് ഇതിന് വേണ്ടത്. നമ്മൾ 12 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെയൊക്കെ നമ്മൾ പയർ നോക്കി കഴിയുമ്പോൾ ചെറുതായിട്ടൊരു മുളയൊക്കെ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ പയറിലെ വെള്ളമെല്ലാം കളഞ്ഞ ശേഷം നല്ല രീതിയിൽ വെള്ളമെല്ലാം നല്ല രീതിയിൽ മാറ്റിയ ശേഷം നമ്മളൊരു പാത്രം എടുക്കുക. ആ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് 2 ടിഷ്യൂ പേപ്പർ വയ്ക്കുക. 2 ടിഷ്യൂ പേപ്പർ വെച്ച ശേഷം നമ്മൾ ഈ മുളപ്പിച്ച പയർ തലേദിവസം വെള്ളത്തിയിട്ട പയർ അതിലേക്ക് മാറ്റണം. എന്നിട്ട് അതിന് വേണ്ടി വേറെ 2 ടിഷ്യൂ പേപ്പറോട് വെച്ച ശേഷം നമ്മളൊരു അടപ്പ് വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പയറിന് നല്ല രീതിയിൽ മുള വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മുളപ്പിച്ച പയർ കഴിക്കാൻ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ശരീരത്തിന് ഓജസ്സും ബലവും നൽകാൻ പയർ മുളപ്പിച്ചത് നല്ലതാണ്. അതുപോലെ തന്നെ ധാതുക്കളുടെ ഒരു കലവറ കൂടെയാണ്. മുലപ്പാൽ വർദ്ധിക്കാൻ മുലയൊട്ടുന്ന അമ്മമാർ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നാല് മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ആ മുളപ്പിച്ച പയർ 2-3 സ്പൂൺ ഇടുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്കതിനൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ചെറിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. തക്കാളി ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പയർ മുളപ്പിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പിന്നെ വേണ്ടത് കുക്കുംബറാണ്. കുക്കുംബർ അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞതാണ് അവിടെ ചേർക്കുന്നത്. പിന്നെ ചെറിയൊരു സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ക്യാരറ്റാണ്. ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റാണ്. ക്യാരറ്റ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. കണ്ണിൻ്റെ കാഴ്ചശക്തിക്കൊക്കെ ക്യാരറ്റ് നല്ലതാണ്. ചെറുതായിട്ട് അരിഞ്ഞ ആപ്പിൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഡ്രൈ ഫ്രൂട്ട് ആഡ് ചെയ്യുന്നുണ്ട്. കാഷ്യൂ ആൻഡ് ബദാമാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീര് ആഡ് ചെയ്യണം. ഞാനിവിടെ ഒരു നാരങ്ങയുടെ നീരാണ് ഇവിടെ എടുത്തേക്കുന്നത്. നാരങ്ങ നീരിന് ശേഷം നമുക്കതിനകത്ത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയോട് ആഡ് ചെയ്യണം. കുരുമുളക് പൊടി ഉപ്പോട് ആഡ് ചെയ്ത ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. നല്ല അടിപൊളി ഹെൽത്തി സാലഡാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കെല്ലാം ഇത് വളരെ നല്ല സാലഡാണ്. കുട്ടികൾക്കെല്ലാം ഇത് വളരെയധികം ഇഷ്ടപ്പെടും. കാരണം നമ്മളിന്ന് ഡ്രൈ ഫ്രൂട്ട് ആപ്പിളൊക്കെ ചേർത്തുകൊണ്ട് കുട്ടികളിത് കഴിക്കും. അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ്. നിങ്ങളെല്ലാവരും ഈ സാലഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.